ശ്രീ ജലീൽ പുനലൂർ, നോക്കൂ, ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് ഇദ്ദേഹം കുറ്റാരോപിതനാണ് പത്മകുമാർ. അപ്പോൾ പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുമോ എന്നുള്ളതായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. നേരത്തെ ശ്രീജിത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ സാങ്കേതികമായി അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇവിടെ ശക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. ആർക്കും പറയാൻ പറ്റില്ല ശബരിമലയിൽ കവർച്ച നടന്നിട്ടില്ല, സ്വർണ്ണക്കൊള്ള നടന്നിട്ടില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ശക്തമായ തെളിവുകളുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ സുതാര്യമായും സത്യസന്ധമായും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പത്മകുമാർ വരെ അറസ്റ്റ് എത്തി നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം കുറ്റാരോപിതനാണ്, ഇനി കുറ്റം തെളിയട്ടെ, അതുവരെ കാത്തിരിക്കണം എന്നൊക്കെ പറയുന്നത്, അത് ഈ പാർട്ടി അണികളുടെ കണ്ണിൽ പൊടിയിടാനല്ലേ ശ്രീ ജലീല? അല്ല, അങ്ങനെ താങ്കൾക്ക് പറയാം. താങ്കളുടെ ഇപ്പോഴുള്ള ഈ ഒരു അവതരണത്തിലും അതുപോലെ തന്നെ ശ്രീജിത്ത് പണിക്കരുടെ കുറച്ചു നേരം നീണ്ടുനിന്ന പ്രഭാഷണത്തിലും നമുക്ക് കേൾക്കുന്നവർക്ക് ബോധ്യപ്പെടുന്ന കൃത്യമായ ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിനെതിരെ തെളിവുകൾ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, ഏതിന്റെ അടിസ്ഥാനത്തിലായാലും അന്വേഷണ സംഘം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, ചോദ്യം ചെയ്യുന്നു. തീർച്ചയായിട്ടും കുറ്റാരോപിതനായ ഒരാളെ കുറ്റാരോപിതനായി എന്നുള്ളത് കൊണ്ട് ശിക്ഷിക്കാനോ തൂക്കിക്കൊല്ലാനോ ഒന്നും ജനാധിപത്യ രാജ്യത്ത് ആ നിയമ സംവിധാനം അനുവദിക്കുന്നു എന്ന് ഞാനും ഉൾക്കൊള്ളുന്നില്ല, ഒരുപക്ഷെ താങ്കളും ഉൾക്കൊള്ളുന്നില്ലായിരിക്കും. ഇതിലിപ്പോ പറയാതെ റോബറിക്കും ഡക്കോയിറ്റിക്കും ഒന്നും തൂക്കിക്കൊല്ലില്ല, അതെല്ലാവർക്കും അറിയാം. നിയമം അറിയാവുന്നവർക്ക്, നിയമത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളൊക്കെ അറിയുന്നവർക്കറിയാം. എന്തായാലും വധശിക്ഷ ഉണ്ടാവില്ല ഈ റോബറിക്കും ഡക്കോയിറ്റിക്കൊന്നും. അത് ശരിയാണ്, അത് ശരിയാണ്. ഈ വിവാദമുണ്ടായ കാലം മുതൽ ജനൻ TV കാണുന്ന ഏതൊരു പ്രേക്ഷകനും, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും കൃത്യമായി ബോധ്യപ്പെടും, ഈ ഒരു വിഷയത്തിൽ വഴിതിരിച്ചു വിട്ടുകൊണ്ട് ആരുടെ രക്തമാണ് നിങ്ങൾ ദാഹിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി ബോധ്യമുള്ളവരാണ് പ്രേക്ഷകർ. ഞാൻ ഈ വിഷയവുമായി ജനൻ TV പറഞ്ഞെടുത്താണ് ഇപ്പൊ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം പോകുന്നത്. ശ്രീ ജലീൽ പുനലൂർ, ഞങ്ങള് നേരത്തെ പറഞ്ഞതാണ്, ഞങ്ങള് നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ് ഹൈക്കോടതിയും പറഞ്ഞത്. അപ്പോൾ ഹൈക്കോടതി ആരുടെ രക്തത്തിന് വേണ്ടിയാണ് ദാഹിക്കുന്നത്? ഒന്ന് പറഞ്ഞേ, കേൾക്കട്ടെ. അല്ല, മറുപടി തരാം. താങ്കൾ ഉൾപ്പെടുന്ന ഈ ഒരു പാനലിൽ ഈ വിവാദമുണ്ടായ ആദ്യ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. കൃത്യമായി എനിക്ക് പറയാൻ സാധിക്കും, അന്നത്തെ ആ ഡിബേറ്റിൽ ഞാൻ പങ്കെടുത്തു സംസാരിച്ച ആ കാര്യങ്ങളാണ് ഇന്ന് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് പറയാൻ സാധിക്കും, ശബരിമല ഈ ധാരവാളിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇതിൽ ആരും ആരുടെയും മേൽ കുറ്റം നമ്മൾ ആരോപിക്കേണ്ടതില്ല. കൃത്യമായ നിലപാട് ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും, ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും, അന്വേഷണം കൃത്യമായി നടക്കും. ഒന്നുകൂടി ഞാനൊന്ന് പറഞ്ഞു, താങ്കൾക്ക് അത് ആവർത്തിച്ച് കേട്ടാൽ മനസ്സിലാവും. കുറ്റാരോപിതർ ആരാണ് അല്ലെങ്കിൽ കുറ്റം ചെയ്തവർ ആരാണെന്ന് തെളിയിക്കപ്പെടുന്ന അവസ്ഥയിൽ തീർച്ചയായിട്ടും ചത്ത എലിയെ തൂക്കിയെറിയുന്നത് പോലെ അവരെ തൂക്കിയെടുക്കാൻ ആർജവത്വമുള്ള ഒരു സംവിധാനമാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അരുതായ്മ നടക്കാൻ പാടില്ലാത്ത ഒരു ഇടമാണ്, പവിത്രമായ ഇടമാണ് ശബരിമല. മനുഷ്യ സഹജമായ മനുഷ്യർക്കുണ്ടാകുന്ന പോരായ്മകൾ അത്തരം സ്ഥാപനങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അത് സ്വാഭാവികമാണ്. അത് ലോകത്തെല്ലാ ആരാധനാലയങ്ങളിലും ഉണ്ടാകും. പക്ഷെ അവിടെ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടപടികൾ നടക്കുന്നത്. പക്ഷേ ജനൻ TV അടക്കമുള്ളവർ ദാഹിക്കുന്നത് രക്തത്തിന് വേണ്ടിയാണ്. അതില് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളിയുടെ ഹൈക്കോടതിയും ആരുടെ രക്തത്തിന് വേണ്ടിയാണ് ദാഹിക്കുന്നത്? ജനൻ TV ആരുടെയോ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്നു താങ്കൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഹൈക്കോടതി ഇതൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾ ഈ ഫ്ലോറിൽ നിന്ന് ചർച്ച ചെയ്തതും ഞങ്ങൾ വാർത്തകളായി കൊടുത്തതും തന്നെയാണ് ഹൈക്കോടതിയും നിരീക്ഷണമായി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവുകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഹൈക്കോടതിയും ആരെയെങ്കിലും ലക്ഷ്യം വെച്ചാണോ ഇതൊക്കെ പറയുന്നതാണോ? സത്യം പുറത്തു വരണം എന്ന ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. പ്രത്യേകിച്ച് അയ്യപ്പനൊരു വികാരമാണ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം. അത് താങ്കൾക്ക് അറിയാലോ. അയ്യപ്പൻ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട അനു നമ്പ്യാർജിക്ക് മാത്രമല്ല വികാരം. ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്കൊരു വികാരോ, എനിക്കൊരു വികാരോ, ഞങ്ങൾക്കൊക്കെ അത് കേരളത്തിന്റെ ഒരു പൊതുവികാരമാണ്. ആ വികാരം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ വളരെ കുറച്ച് ദൂരെയുള്ള എരുമേലി വരെ പോയാൽ മതി. വളരെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളൊക്കെ ഈ പമ്പയിലും എരുമേലിയിലും ഒക്കെ പോയവരാണ്. പക്ഷെ അതുപോലെ വാവർ നടയുണ്ട്, അതൊക്കെ എരുമേലിയുമായും ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്
പോയിട്ടുള്ളവർക്കും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനുബന്ധമായിട്ട് ഒന്നുകൂടെ കൂട്ടിച്ചേർക്കാറുണ്ട്. ഞങ്ങളുടെ വികാരം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റും തിരുവനന്തപുരത്തെ മേയർ സ്ഥാനാർത്ഥിയും കഴിഞ്ഞ ദിവസം അവിടെ പോയ കോലം വേണമെങ്കിൽ താങ്കൾക്ക് ഞാൻ പ്രൈവറ്റ് ആയിട്ട് വാട്സപ്പിൽ അയച്ചു തരാം. മുണ്ടു മടക്കിക്കുത്തി BJP-യുടെ സമ്മേളനം പോലെയാ പോകുന്നത്. 5-ാം വയസ്സിൽ ശബരിമല ഭക്തന്മാരെ കാണാൻ കണ്ട ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ഭക്തന്മാരെ കണ്ടിട്ടില്ല. ശബരിമലയിൽ ഏതെങ്കിലും കാലത്ത് ഭഗവാൻ ശ്രീ അയ്യപ്പനെ അവമതിപ്പുണ്ടാകുന്ന തരത്തിലുള്ള ഏതെങ്കിലും പ്രക്രിയകളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് താങ്കൾ ഈ പറയപ്പെടുന്ന വികാരം കൂടുതലുള്ള ആളുകളിൽ നിന്ന് മാത്രമായിട്ട് ഉണ്ടായിട്ടുള്ളൂ എന്ന് ഞാൻ പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ ഒന്ന് പറയാം. ശ്രീ ജലീൽ പുനലൂർ, താങ്കൾ ഏത് വിഷയത്തെയും അവധാനതയോടെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോഴത്തെ താങ്കളുടെ പരാമർശത്തിൽ നിന്നും എൻ്റെ ആ ഒരു വിശ്വാസമുണ്ടല്ലോ, അവധാനതയോടെ കൈകാര്യം ചെയ്യുന്നുള്ള, അതിൽ നിന്ന് എനിക്ക് പിൻവലിയേണ്ടി വരും. കാരണം എന്താണെന്നറിയോ, നോക്കൂ, ഈ സ്വർണം കൊള്ളയടിച്ചവരെ താങ്കൾ പരോക്ഷമായി ന്യായീകരിക്കുകയാണ്. സ്വർണം കൊള്ളയടിച്ചവരെ പരോക്ഷമായി ന്യായീകരിക്കുകയാണ്. ഇപ്പോഴും CPM എന്ത് ചെയ്യുന്നു? ഇടതുമുന്നണിയിലെ ഒരു ഘടകകക്ഷിയായ ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ പ്രതിനിധിയായ താങ്കളും അത് തന്നെ ചെയ്യുന്നു. കൊള്ളയടിച്ചതിന് തെളിവുകൾ ഉണ്ട് എന്ന് SIT എണ്ണി പറയുന്നു. ഇടക്കാല റിപ്പോർട്ടുകൾ ഹൈക്കോടതിക്ക് കൊടുക്കുന്നതിൽ കൃത്യമായിട്ടുള്ള പരാമർശങ്ങളുണ്ട്. എന്ത് തെറ്റാണ് ഇവർ ചെയ്തത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും അത് CPM സംസ്ഥാന നേതൃത്വത്തിനോ ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്കോ അത് മനസ്സിലാകുന്നില്ല എന്നാണോ കരുതേണ്ടത്? അല്ല, ഒരിക്കലുമില്ല. താങ്കൾ ആദ്യം പറഞ്ഞ ഒരു കാര്യം ഒരുപക്ഷെ താങ്കളുടെ തെറ്റിദ്ധാരണയായിരിക്കും. ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ താങ്കളെ എനിക്ക് ഏറെ വിശ്വാസവും ഏറെ ആദരവും വെച്ച് പുലർത്തുന്ന ഒരാളാണ് ഞാൻ. അവധാനതയോടെ മാത്രമേ കാര്യങ്ങളെ സമീപിക്കാറുള്ളൂ. ആ വികാരം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരുപക്ഷെ വ്യക്തിപരമായി താങ്കളെ അല്ല, അത്തരം വികാരങ്ങളുമായി രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഇറങ്ങുന്ന കുറെ ആളുകൾ ഉണ്ട്. അതിൽ 2 പേരുടെ ചിത്രം വേണമെങ്കിൽ ഞാൻ കാട്ടിത്തരാമെന്ന് പറഞ്ഞതാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖറും മറ്റൊരാളും കൂടി ഇന്നലെ സന്നിധാനത്ത് പോയ കോലം താങ്കൾ കണ്ടാൽ യഥാർത്ഥ അയ്യപ്പ വികാരം ഉള്ള ഒരു ഭക്തനാണെങ്കിൽ അനിൽ നമ്പ്യാർജിയും ഞെട്ടിപ്പോകും. അതവിടെ ഇരിക്കട്ടെ. താങ്കൾ പറഞ്ഞത് CPM-നെ ന്യായീകരിക്കുന്നു, അല്ലെങ്കിൽ കൊള്ളയെ ന്യായീകരിക്കുന്നു. ഒരു കാലഘട്ടത്തിലും ഒരു CPM-കാരനും ഒരു ഇടതുപക്ഷക്കാരനും ഒരു മതേതര വിശ്വാസിയും ശബരിമലയിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങളെ ന്യായീകരിച്ചിട്ടില്ല, ന്യായീകരിക്കുകയുമില്ല. ഒന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു, CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറിയായ സഖാവ് MA ബേബിയാണ് ഈ കേസിൽ നാളെ കുറ്റാരോപിതനാകുന്നതെങ്കിൽ പോലും അദ്ദേഹത്തെ തള്ളിക്കളയാൻ ഒരു മടിയുമില്ലാത്ത പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. പത്മകുമാറിനെ സംബന്ധിച്ച് പത്മകുമാർ കളങ്കിതനാണെന്ന് തെളിയിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും ഗൗരിയമ്മയുടെയും MBR-ന്റെയും ഒക്കെ അവസ്ഥയിലേക്ക് പത്മകുമാറല്ല ഏത് കുമാറും പോകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പിന്നെ താങ്കളുടെ പോയിട്ടില്ല ശ്രീ ജലീൽ പുനലൂര്. MV രാഘവനും KR ഗൗരിയമ്മയൊന്നും ഈ ഇതുപോലെ അമ്പലക്കൊള്ള നടത്തിയിട്ടില്ല കേട്ടോ. ആ ഗണത്തിൽ പെടുത്താതെ അല്ല, പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്വവും ഒരു പാർട്ടി പ്രവർത്തകനോ പാർട്ടി നേതാവോ ഏറ്റെടുത്ത് നടത്തണം. ആ ഉത്തരവാദിത്വത്തിന് അദ്ദേഹത്തിന് വീഴ്ച പറ്റിയാൽ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു ബാധ്യതയും ഇടതുപക്ഷത്തിന് ഉണ്ടാകില്ല. പക്ഷെ അത്തരം ബാധ്യതകൾ നിറവേറ്റാത്ത ഒരു പ്രസ്ഥാനമാണ് BJP. തിരുവനന്തപുരം ബാങ്ക് കേസുമായിട്ട് കഴിഞ്ഞ ദിവസം വന്ന വാർത്തയൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല, കാരണം അത് നടക്കട്ടെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആളുകളെ പോലും ന്യായീകരിച്ചവരാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിരവധി നേതാക്കൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൊന്നും ഒരു അലംഭാവവും അല്ല, ഒരു ഉത്തരവാദിത്വവും BJP നേതാക്കൾ കാട്ടിയിട്ടില്ല. ഒരു കൗൺസിലർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ പെരുപ്പിച്ച് കാരണങ്ങളൊക്കെ താങ്കൾക്കും അറിയാം. അതിന്റെ കാരണങ്ങൾ താങ്കൾക്കും അറിയാം, എനിക്കും അറിയാം, കേരളവും കണ്ടതാണ്. അത്തരം ആളുകളെ പാർട്ടിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യുന്ന സഹപ്രവർത്തകരെ ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ വെച്ചാണ് താങ്കൾ പരോക്ഷമായി ഈ കൊള്ളയെ ന്യായീകരിക്കുന്നത്. ശബരിമല കൊള്ളയെ, ശബരിമല കവർച്ചയെ ന്യായീകരിക്കുന്നത്.